നരേന്ദ്രമോദിയെ സ്തുതിച്ചതിന് AICCയുടെ അച്ചടക്ക നടപടിക്ക് വിധേയനായ ശശി തരൂർ MP മോദി പ്രഖ്യാപിച്ച സ്വച്ഛ് ഭാരത് പദ്ധതിയുമായി രംഗത്ത്. തന്റെ മണ്ഡലത്തിന്റെ ഭാഗമായ വിഴിഞ്ഞം പ്രദേശം വൃത്തിയാക്കിയാണ് തരൂർ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. നാട് വൃത്തിയാക്കുന്നതിൽ BJP കോൺഗ്രസ് വ്യത്യാസം നോക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം. മോഡി അനുകൂല പ്രസ്താവന നടത്തിയതിന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അച്ചടക്ക നടപടിക്ക് വിധേയനായതിന് തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ശശി തരൂർ പങ്കാളിയായത്. രാവിലെ 11 മണിയോടെ തന്റെ മണ്ഡലത്തിന്റെ ഭാഗമായ വിഴിഞ്ഞം പ്രദേശം വൃത്തിയാക്കാൻ തരൂർ ഇറങ്ങി. നിരവധി പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ശുചീകരണ പ്രവർത്തനത്തിൽ തരൂരിനൊപ്പം പങ്കുചേർന്നു. രാഷ്ട്രം വൃത്തിയാക്കുന്നതിൽ രാഷ്ട്രീയമില്ലെന്നും മാധ്യമങ്ങളാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നുമായിരുന്നു തരൂരിന്റെ പ്രതികരണം. എന്ത് ലേബൽ കൊടുത്താലും രാജ്യം വൃത്തിയാവണ്ടേ? ഞാൻ എപ്പോഴും പറയും, ശ്രീ നാരായണ ഗുരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടായിരുന്നു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന്. അതുപോലെ ഞാനും പറഞ്ഞു, രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടും തരൂർ തന്റെ നിലപാടിൽ മാറ്റം വരുത്താത്തത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കടുത്ത അമർഷമാണ് ഉളവാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കാണാത്ത മാലിന്യം തരൂർ ഇപ്പോൾ മാത്രം കാണുന്നതെന്നായിരുന്നു കോൺഗ്രസ് വക്താവ് അജയ് തറയിലിന്റെ പ്രതികരണം. കഴിഞ്ഞ 5 വർഷമായി തിരുവനന്തപുരത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു, അതുപോലെ ഭരണകക്ഷി MLA MP ആയിരുന്നത് കൊണ്ട് തിരക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ മാലിന്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം വളരെ ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വിഴിഞ്ഞത്ത് മാലിന്യം കിടക്കുന്ന കണ്ടു. കഴിഞ്ഞ 5 വർഷമായി കിടക്കുന്ന മാലിന്യമാണ് അദ്ദേഹം കണ്ടിരുന്നത്, ഇപ്പോൾ കണ്ടു. അതുപോലെ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യങ്ങൾ കിടക്കുന്ന അദ്ദേഹം കണ്ടു. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി അത് നീക്കം ചെയ്യണം കേട്ടോ, അല്ലാതെ വെറുതെ ക്യാമറക്കാര് പോകുന്ന വരെ 2 ചൂലെടുത്തടിച്ച പോരാ. വക്താവസാനം നഷ്ടപ്പെട്ടിട്ട് മോഡി അനുകൂല നിലപാടുമായി രംഗത്ത് വന്നിട്ടുള്ള തരൂരിന്റെ നടപടിക്ക് പിന്നിലെ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചേക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.